Then അടുത്തൊരു സെക്ഷൻ ഇവിടുത്തെ നോക്കാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ, മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫങ്ഷൻസ് ഓഫ് 2 or more variables. Maxima and minima of functions of 2 or more variables. In a single variables maxima and minima കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു സദസ്യമാണ്, അനലോഗാണ് ഈ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഈ സെക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ അതേ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഒരു ഫിഗർ ശ്രദ്ധിക്കുക. Then see this figure. Oh, ഇവിടെ നമുക്ക് കുറച്ച് ഹയസ്റ്റ് പോയിന്റ്സും അതുപോലെ തന്നെ ലീസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാകും. ഇവിടെ ഹൈ പോയിന്റ്സ് that we can see in this figure are called relative maxima of f. Called relative maxima. Called relative maxima of f. It is one relative maximum. Okay, relative maximum here are, it is a relative maximum, this also relative maximum. Then there are relative minimums also. These are relative minimums. And they are relative minimums because നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിനിമം ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും മിനിമം ആയിട്ട് കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു റിലേറ്റീവ് മിനിമം പറയും, ഇവിടെ റിലേറ്റീവ് മിനിമം. അതുപോലെ മാക്സിമം നമ്മൾ പൂർണ്ണമായിട്ട് കാണുന്നത് ഇവിടെ ആയിരിക്കും, പക്ഷെ ഇവിടെയും നമ്മളൊരു മാക്സിമം പറയും, ഇവിടെയും മാക്സിമം. റിലേറ്റീവ് എന്ന് പറയാൻ കാര്യം അതിന്റെ ചുറ്റുവട്ടത്ത് കുറച്ച് പോയിന്റ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതാണ് മാക്സിമം. ഇവിടെ അതങ്ങനെ തന്നെ, ഇതും അങ്ങനെ. അതുകൊണ്ടാണ് ദേ ആർ മാക്സിമം എന്ന് പറഞ്ഞത്. അതുപോലെ ഇവിടെ ദീസ് ആർ മിനിമം എന്ന് പറയും. റിലേറ്റീവ് മാക്സിമം ആൻഡ് റിലേറ്റീവ് മിനിമം. ഓക്കെ, റിലേറ്റീവ് മാക്സിമം ആൻഡ് മിനിമം ഓഫ് എഫ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലോ പോയിന്റ്സ് ആർ കാൾഡ് റിലേറ്റീവ് മിനിമം ഓഫ് എഫ്. ഓക്കെ, ഇതിനെ മുഴുവൻ അപ്പോൾ റിലേറ്റീവ് മാക്സിമംസ് ചിലയിടത്തുണ്ട്, റിലേറ്റീവ് മിനിമം ഉണ്ട്. അത് എൻ്റയർ ഡൊമൈനിൽ നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ മാക്സിമം എന്താണ്ട് ഇതാണ്. Therefore, it is also called absolute maximum. Okay, it is called absolute maximum. Absolute maximum. And ഇവിടെ ശ്രദ്ധിച്ചാൽ ഇതായിരിക്കണം absolute minimum. There may be an absolute minimum also. Absolute minimum. Okay, അത് absolute maximum, absolute minimum എന്ന് പറഞ്ഞാൽ എൻ്റെ ഡൊമൈനിൽ കിട്ടുന്ന മാക്സിമം ആൻഡ് മിനിമം ആണ് വാല്യൂസ് ഓഫ് എഫ്. പക്ഷെ റിലേറ്റീവ് മാക്സിമം, റിലേറ്റീവ് മിനിമം ഒരുപാട് എടുത്ത് നമുക്ക് കിട്ടാം. അബ്സല്യൂട്ട് മാക്സിമം കിട്ടാം ഒരേപോലെ വാല്യൂസ് ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് വന്നാൽ. ഓക്കെ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം? ഇവിടെ കണ്ടതുപോലെ ഒന്ന് ആലോചിച്ചാൽ നമുക്കിവിടെ XYZ ആക്സസ് ഉണ്ടാകാം, അല്ലെങ്കിൽ XY പ്ലെയിൻ. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഇങ്ങനെയുള്ള പീക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് നോക്കുക. ഹിയർ ഹാസ് എ പോയിന്റ് x0 y0. This is x axis, ഇത് y axis. ഇത് z axis ആവുമ്പോൾ ഇത് x0 y0 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ അവിടെയാണ് നമുക്കൊരു മാക്സിമം കിട്ടുന്നത്. എന്താ സംഭവിച്ചത്? അതിന്റെ നൈബർഹുഡ്സ് ഇവിടെ 3D ആലോചിച്ചോളൂ. ഈ x0 y0 എന്ന് പറയുന്ന പോയിന്റിന്റെ സറൗണ്ടിങ്സ് ഉണ്ട്. ആ ചുറ്റുവട്ടത്തുള്ള പോയിന്റ്സ് നമ്മൾ നോക്കുമ്പോൾ x0 y0 ഏറ്റവും വലിയ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അതുപോലെ അബ്സോല്യൂട്ട് മിനിമം ആലോചിക്കുക. അപ്പോൾ എഫ് ഓഫ് വാല്യൂസ്, എഫ് ഓഫ് x0 y0 അതിന് ചുറ്റുവട്ടത്തുള്ള വാല്യൂസ് XYs നോക്കുമ്പോൾ ആ XYസിനേക്കാൾ വലുതാണ് എഫ് ഓഫ് x0 y0. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ റിലേറ്റീവ് മാക്സിമം. ഡെഫിനിഷൻ എഴുതാം. A function f of 2 variables is said to have a relative maximum at a point ordered where x0 y0 if there is a disk centered at x0 y0. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. There is a disk. എത്ര ചെറുതാകാം. The disk centered at x0 y0 such that f of x0 y0 is
greater than or equal to f of xy for all points ordered where xy lies inside the disk. Okay. ഈ ഡിസ്കിനകത്തുള്ള എക്സ് വൈകൾ നമ്മൾ നോക്കിയാൽ ആ എക്സ് വൈകളെല്ലാം എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിനേക്കാൾ താഴെയാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു നൈബർഹുഡ് കിട്ടിയാൽ എക്സ് നോട്ട് വൈ നോട്ട് നൈബർഹുഡ് ഈ രീതിയിൽ കിട്ടിയാൽ then we say that f has a relative maximum at x naught y naught. Okay. Then what is absolute maximum? Okay. And f is said to have an absolute maximum at x naught y naught. If f of x naught y naught is greater than or equal to f of xy for every points ordered where xy in the domain of f. The whole domain ലാണ് absolute maximum നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ absolute maximum ഇവിടെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇല്ല ഇനി ഇങ്ങോട്ട് ഇത് ഉയർന്നു പോയിരുന്നെങ്കിൽ ഇവിടെ absolute maximum. ഇതാണ് absolute maximum. ഓക്കെ. അപ്പോൾ absolute maximum എന്ന് പറഞ്ഞാൽ ഹോൾ ഇത് നിൽക്കുന്ന ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇത് എവിടെ വരെ പോയി ഇത് ഇത്രയും ഡൊമൈനാണ്. ഈ ഡൊമൈനിലെ പോയിന്റ്സിൽ എവിടെയാണ് എഫ് വാല്യൂ മാക്സിമം കിട്ടുന്നത് അതാണ് absolute maximum. ഓക്കെ. അപ്പോൾ absolute maximum and relative maximum ഇത് രണ്ടും ശ്രദ്ധിക്കുക. Then what is absolute minimum? ഇതിന്റെ ഒരു പതിപ്പ് തന്നെ ആലോചിക്കുക. നെക്സ്റ്റ് ഡെഫിനിഷൻ നേരെ തിരിച്ചു വരും. absolute minimum പറയുമ്പോൾ or relative minimum പറയുമ്പോൾ function f of two variables is said to have a relative minimum at a point x naught y naught if there is a disk centered at x naught y naught such that f of x naught y naught less than or equal to f of xy for all points xy that lies inside the disk. And f is said to have an absolute minimum at ordered where x naught y naught if f of x naught y naught less than or equal to f of xy for every points ordered where xy in the domain of f. Okay. ഇതാണ് അപ്പോൾ റിലേറ്റീവ് മിനിമം അതുപോലെ അബ്സോല്യൂട്ട് മിനിമത്തിന്റെ ഡെഫിനിഷൻ. ഫംഗ്ഷൻ f of two variables is said to have a relative minimum at ordered where x naught y naught if there x is a disk centered at ordered where x naught y naught such that f of x naught y naught less than or equal to f of xy for every points xy that lie inside the disk centered at x naught y naught. And f is said to have an absolute minimum at ordered where x naught y naught if f of x naught y naught less than or equal to f of xy for every points ordered where xy in the domain. Okay. ഇത് നമ്മൾ സിംഗിൾ വേരിയബിളിലെ കാര്യം ആലോചിച്ചോളാം. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് absolute maximum എങ്കിൽ f of x greater than or equal to f of x naught is greater than or equal to f of x for every x in the domain that is there is an interval ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. എക്സ് നോട്ടിനെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു ഇന്റർവൽ ആണ് അവിടെ എടുക്കുന്നത്. ഇവിടെ ഇന്റർവൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്ക് ആണ്. അത് കുറച്ചുകൂടെ ജനറലൈസ് ചെയ്ത് 3 സ്പിയറിൽ പോയാൽ ദാറ്റ് ഈസ് an ഓപ്പൺ ബോൾ എന്നൊക്കെ നമ്മൾ പറയും. ബോൾ എന്നൊക്കെ പറയും. ഓക്കെ. ആ ടെർമിനോളജിയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം കിട്ടുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ. ഇവിടെ അബ്സല്യൂട്ട് മാക്സിമം കിട്ടി നമുക്ക്, അതുപോലെ ഇവിടെ മിനിമം കിട്ടാം. ഈ പോയിന്റ്സിനെ എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന ഒരു ടേം ഉണ്ടായിരുന്നു സിംഗിൾ വേരിയബിൾ. അതുപോലെ തന്നെ ഇവിടെയും പറയും ഇറ്റ്സ് കോൾഡ് റിലേറ്റീവ് എക്സ്ട്രീമം. അബ്സല്യൂട്ട് കിട്ടുന്ന പോയിന്റ്സിനെ അബ്സല്യൂട്ട് എക്സ്ട്രീമം എന്ന് വിളിക്കും. അപ്പോൾ എക്സ്ട്രീമം എന്ന് പറയുമ്പോൾ മാക്സിമമോ മിനിമമോ ആകാം. ഓക്കെ. അത് ഡിഫൈൻ ചെയ്താൽ
if f has a relative maximum or a relative minimum at ordered where x naught, y naught, then we say that f has a relative extrema at ordered where x naught, y naught. Okay. And if f has an absolute minimum or an absolute maximum at ordered where x naught, y naught, then we say that f has an absolute extreme at ordered where x naught. Okay. For example, consider this figure. And in this figure, ഇവിടെ നമുക്ക് കാണാം എന്താണ്ട് ഇത് ബിയിൽ ഒരു റിലേറ്റീവ് മാക്സിമം വരുന്നുണ്ട്. ബിയിൽ റിലേറ്റീവ് മാക്സിമം, then റിലേറ്റീവ് മാക്സിമം, അതൊരു മാക്സിമം ഇവിടെ വരുന്നുണ്ട്, പക്ഷെ ഇത് അബ്സല്യൂട്ട് മാക്സിമം ആണ്. ഇത് എൻഡ് പോയിന്റിലാണ്, അത് ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് മാക്സിമം. then സിയിൽ റിലേറ്റീവ് മിനിമം ആൻഡ് എയിൽ ഒരു റിലേറ്റീവ് മിനിമം. ഈ റിലേറ്റീവ് മിനിമം ഇവിടെ അബ്സല്യൂട്ട് മിനിമം ആണ്, കാരണം ഇതിന് താഴോട്ട് വേറെ പോയിന്റ്സ് വന്നിട്ടില്ല. അബ്സല്യൂട്ട് മിനിമം ഓൾസോ. ഓക്കെ, ഇത് റിലേറ്റീവ് മാക്സിമം, റിലേറ്റീവ് മിനിമം, അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമത്തിന് എക്സാമ്പിൾ ആണ്. ഇതാണ് z is equal to f of x y-യുടെ ഒരു 3D ഫിഗർ ആണ് വരച്ചിരിക്കുന്നത്. അതിന്റെ ഡൊമൈൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ 0 to 1 y-യിൽ, അതുപോലെ 0 to 1 x-ൽ. ക്ലോസ്ഡ് ഇന്റർവൽ 0-1 ക്രോസ് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 വരുന്ന പോയിന്റ്സ് ആണ്. ദാറ്റ് ഈസ് എ റെക്ടാംഗിൾ. ഈ റെക്ടാംഗിളിലെ മുഴുവൻ പോയിന്റ്സ്, ഈ റെക്ടാംഗിളിലെ പോയിന്റ്സ് ആണ് ഇതിന്റെ ഡൊമൈൻ. ആ ഡൊമൈൻ വാല്യൂസിൽ ദ എൻഡിൽ, ദാറ്റ് ഈസ് 0-1 ആണ് ഇസഡ് ഉണ്ട്. അപ്പോൾ 0-1-0-ലാണ് ഇതിന് അബ്സല്യൂട്ട് മാക്സിമം കിട്ടുന്നത്. ഇവിടുത്തെ പോയിന്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ഇപ്പോൾ കഴിയത്തില്ല, അവിടെ പോയിന്റ്സ് പറഞ്ഞിട്ടില്ല. എയിൽ അബ്സല്യൂട്ട് മിനിമം കിട്ടുന്നു, പിന്നെ കിട്ടുന്ന റിലേറ്റീവ് മാക്സിമം, റിലേറ്റീവ് മിനിമം ആലോചിച്ചു കൊടുക്കണം. ഓക്കെ, ഇവിടെ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത്, പഴയതുപോലെ തന്നെ. ആർ ദെയർ എനി റിലേറ്റീവ് ഓർ അബ്സല്യൂട്ട് എക്സ്ട്രീമ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു സർഫസ് കാണുമ്പോൾ അവിടെ എന്തെങ്കിലും റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം ഉണ്ടോ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം ഓർ അബ്സല്യൂട്ട് മിനിമം ഉണ്ടാവുമോ? ആർ ദെയർ എനി റിലേറ്റീവ് ഓർ അബ്സല്യൂട്ട് എക്സ്ട്രീമ? ഇതൊരു ചോദ്യമാണ്. രണ്ടാമത് തീർച്ചയായിട്ടും ഇതെങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഇത് ലൊക്കേറ്റ് ചെയ്യാം? ഇഫ് സോ, വേർ ആർ ദേ ലൊക്കേറ്റഡ്? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക്. നമ്മൾ ആ റിലേറ്റീവ് മാക്സിമം മിനിമത്തെ കുറിച്ച് പറഞ്ഞു. അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വരുമ്പോൾ എങ്ങനെയാണ് ഇത് എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ കഴിയുന്നത് ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മള് വൺ വേരിയബിളില് കണ്ടത് ഇന്റർവൽസ് ആണ്. വൺ വേരിയബിൾ പറയുമ്പോൾ നമുക്ക് ഒരു XY ആക്സിസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫുകൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ 2D പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു മാക്സിമം ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റ് x0 പറഞ്ഞാൽ x0 ഇന്റർവെല്ലിലാണ് നമുക്ക് അവിടെ കാണുന്നത്. ആ ഇന്റർവെല്ലിലെ മറ്റ് പോയിന്റ്സിൽ ഈ f of x0 എന്ന് പറയുന്ന വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ f of x വാല്യൂസ് അതിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് f of x0 മാക്സിമം കിട്ടുമെന്ന് നമ്മൾ പറയും. അപ്പോൾ അവിടെ ഇന്റർവെൽസ് ആണ് നമ്മൾ കണ്ടത്. പക്ഷേ നമ്മൾ ഈ 3Dയിലേക്ക് വന്നപ്പോൾ കാണുമ്പോൾ അത് ഇന്റർവെൽ അല്ലല്ലോ. x0 നമ്മൾ പറഞ്ഞിരുന്നു x0 y0 സെന്റർ ആക്കിക്കൊണ്ട് ഡിസ്ക് വരുമെന്നൊക്കെ. അപ്പൊ ഈ ഡിസ്കിനകത്ത് ചില ടേംസ് നമുക്ക് അറിയാനുണ്ട്. ഓക്കെ, 2Dയിലായാലും 3Dയിലായാലും നമുക്ക് ആ ഡിസ്കുകൾ, ഇപ്പം 2Dയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ XYയിലായിരിക്കും അതിന്റെ ഡൊമൈൻ വരുന്നത്. Z ആക്സിൽ നമ്മൾ അതിന് ഗ്രാഫ് കൂടെ വരയ്ക്കുമ്പോഴത്തേക്ക് XY Z വേണ്ടി വരും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 3D ആയി മാറും. അപ്പൊ ഇങ്ങനെ നമുക്ക് 2 സ്പേസിലും 3 സ്പേസിലും ചില ടേംസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന ടേംസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, that is an interior point of a domain or a region. Interior point of D, where D is a set of points into space.
Okay. D is a set of points into space. Then what is called interior of D? അതുപോലെ boundary point of D. Then boundary of D. Boundary points in a collection വരുമ്പോഴാണ് ഇതിൽ നിന്ന് boundary of D യിലേക്ക് പോകും. അതുപോലെ ഇവിടെ നിന്ന് interior of D യിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ open closed sets. Open or closed sets in two space and three space. എല്ലാം ടു സ്പേസിലും ടു സ്പേസിൽ പറയുന്നത് പിന്നെ ജനറലൈസ് ചെയ്യും ത്രീ സ്പേസിലേക്ക്. ടു സ്പേസ് ത്രീ സ്പേസ്. ഓക്കെ. ഈ പറഞ്ഞ ഡെഫിനേഷൻസ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, ഈ പോയിന്റ്സ് എങ്ങനെയാണ് നോക്കാം. കൺസിഡർ ഇഫ് D is a set of points in two space. D is a set of points in two space. Then a point x naught y naught, the point of D is called an interior point of D. When we say x naught y naught is an interior point of D. If there is some circular disk, the positive radius at ordered where x naught y naught, ഈ പോയിന്റിനെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു പോസിറ്റീവ് റേഡിയസ്, ഒരു സർക്കുലർ ഡിസ്ക് ആ കിട്ടുന്നതിന് പ്രത്യേകത ഉണ്ടായിരിക്കണം. ദാറ്റ് കണ്ടെയ്നിങ് only points in D. Containing points only in D. D le points മാത്രമേ അത് contain ചെയ്യൂ. For example, consider this set of points D into space. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ this is an interior point. A, let it be A. Because there exists a circular disk centered at that point and which contains only points in D. ഇതിനകത്ത് മുഴുവൻ points D യില്ല. ഇവിടെയൊക്കെ നമ്മൾ എടുക്കുന്ന എല്ലാ interior points ആണ്. But if we take some points in the in here, it is outer line. Then if you take any circular disk centered at this point, that contains not only the points in D. Okay, and ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ വെളിയിലുള്ള പോയിന്റ്സ് ഇവിടെ കണ്ടെയ്ൻ ചെയ്തിട്ടാണ്. Therefore, this point, ഈ ഔട്ടർ ലൈനിൽ കാണുന്ന ഗ്രാഫിലെ പോയിന്റ് ഇന്റീരിയർ പോയിന്റ്സ് അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിനെ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി പോയിന്റ്. പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് തന്നെ പറയാം. is called a boundary point of D if every circular disk അവിടെ ഏത് സർക്കുലർ ഡിസ്ക് നോക്കിയാലും ഫിഗറിൽ നോക്കുക, രണ്ടാമത് വരച്ച പോയിന്റ് ബി, അവിടെ ഏത് സർക്കുലർ ഡിസ്ക് നോക്കിയാലും സെന്റർ ആക്കിക്കൊണ്ട് ഏത് സർക്കുലർ ഡിസ്ക് എടുത്താലും അതില് ഡിയിലെ പോയിന്റ്സ് മാത്രമല്ല വെളിയിൽ ടു സ്പേസ് വെളിയിലെ പോയിന്റ്സും ഉണ്ട്. ആ പോയിന്റ്സ് ഇവിടെ കണ്ടെയ്ൻ ചെയ്തിരിക്കും. എവരി സർക്കുലർ ഡിസ്ക് വിത്ത് പോസിറ്റീവ് റേഡിയസ് centered at ordered where x naught y naught contains both points in D and points not in D. Okay. Three space like വരുമ്പോൾ if D is a set of points in three space, then a point x naught y naught ന് പകരം നമ്മൾ ആലോചിക്കുന്നത് x naught y naught z naught. That is in your point if there is some circular disk എന്നുള്ള പേര് മാറും. ഡിസ്ക് നമ്മൾ 2D യിൽ പറയുന്നതാണ്. ഡിസ്ക് മാറിയിട്ട് there is some spherical ball എന്ന് കൊടുക്കുക അവിടെ. Spherical ball.
with the positive radius centered at നമ്മളത് മാറ്റിയിരുന്നല്ലോ x0 y0 z0 and containing points only in D എന്ന് മാറും. അത് 3 സ്പേസ് വരുന്ന മാറ്റം. 2 സ്പേസ് മാറി 3 സ്പേസ് ആയാൽ ഇങ്ങനെയാണ് മാറ്റം വരുന്നത്. ഓക്കെ. ആൻഡ് ബൗണ്ടറി പോയിന്റ് എന്ന് ചോദിച്ചാൽ ചുരുക്കത്തിൽ സ്ഫെറിക്കൽ ബാളിൽ അല്ലെങ്കിൽ ആ 3 സ്പേസ് ആണല്ലോ. 3 സ്പേസിന്റെ പുറത്ത് ഔട്ടർ കവറിലുള്ള പോയിന്റ് അത് നമ്മൾ അപ്പോൾ അവിടെ ഒരു സ്ഫെറിക്കൽ ബാൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ്സ് ഡിയിലെ മാത്രം ആയിരിക്കത്തില്ല, അത് ബൾജ് ചെയ്ത് വെളിയിലോട്ട് കാണാം. അപ്പോൾ ഈ പോയിന്റ് x0 y0 മാറിയിട്ട് x0 y0 z0 3 സ്പേസ് ആണ്. കോൾഡ് എ ബൗണ്ടറി പോയിന്റ് ഓഫ് ഡി ഇഫ് എവരി സർക്കുലർ ഡിസ്ക് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പകരം സ്ഫെറിക്കൽ ബാൾ with a positive radius centered at x0 y0 z0 contains both points in D and points not in D. Then what is interior of D? What is called interior of D? 2 സ്പേസിലായാലും 3 സ്പേസിലായാലും interior of D എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ that is set of interior points of D. Set of interior points of D is called interior of D. ചുരുക്കത്തിൽ ഇതാണ് ഈ D നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഈ ബൗണ്ടറിയിൽ ഒഴിച്ചുള്ള ബൗണ്ടറി പറഞ്ഞല്ലോ, ഈ ഔട്ടർ ലൈൻ ഒഴിച്ചുള്ള ബാക്കി പോയിന്റ്സ് 3 സ്പേസിലും അതുപോലെ ഒരു സെറ്റ് അതൊരു 3 സ്പേസിൽ 3D ഫിഗർ ആയിരിക്കും എന്നുള്ളത് അതിനകത്തുള്ള പോയിന്റ്സ് ദാറ്റ് ഈസ് കോൾഡ് ഇന്റീരിയർ പോയിന്റ്സ്. അപ്പോൾ ആ കളക്ഷൻ എല്ലാം കൂടെ എടുത്താൽ അതിന് നമുക്ക് ഇന്റീരിയർ ഓഫ് ഡി എന്ന് പറയാം. ചുരുക്കം അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഈ ഫിഗർ അനുസരിച്ച് ഈ ബൗണ്ടറിയിൽ കാണുന്ന ഈ ഔട്ടർ ലൈനിൽ പോയിന്റ്സ് സെറ്റ് ആണ്. ആ പോയിന്റ്സ് എല്ലാം കൂടെ ചേർന്നാണ് ബൗണ്ടറി ഓഫ് ഡി. ദാറ്റ് ഈസ് ബൗണ്ടറി ഓഫ് ഡി ഈസ് സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദ ബൗണ്ടറി. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. അത് നമുക്ക് മുമ്പ് നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് നമുക്ക് റിയൽ ലൈനിൽ നമുക്ക് ഓപ്പൺ ഇന്റർവൽ അറിയാം. ഓപ്പൺ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ that does not contains the end points A and B. That is open interval AB is set of all x in R such that A less than x less than B, and closed interval AB contains the end points also. Okay. Then what is an open set? Open set അപ്പോൾ നമുക്ക് നിർവചിക്കാം. ഇത് 1 dimensional പറയുമ്പോൾ അതിന്റെ ബൗണ്ടറി പോയിന്റ്സ് ആണ് എയും ബി. 2 dimensionലേക്ക് വരുമ്പോൾ ഇതൊരു ഡിസ്ക് ആയിട്ട് മാറും. അപ്പോൾ ഡിസ്കിന്റെ ബൗണ്ടറി പോയിന്റ്സ് പറയുമ്പോൾ ഈ ഔട്ടർ ലൈൻ ഞാനിപ്പോൾ വരച്ച ഈ സർക്കിൾ വരും. ഈ സർക്കിൾ ഒഴിവാക്കി ബാക്കിയുള്ളത് അതാണ് ഓപ്പൺ. ഓക്കെ. ബൗണ്ടറി കൂടെ വന്നാൽ ദാറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ആ ഡെഫിനിഷൻ നമുക്ക് 2 സ്പേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. A set D in 2 space or 3 space is called open if it contains none of its boundary points. Okay. And closed if it contains all of its boundary points. It is to be open and closed. Boundary B open interval AB എന്ന് പറയുമ്പോൾ ബൗണ്ടറി പോയിന്റ്സ് അവിടെ എയും ബിയും ആണ്, അതില്ലാത്തത്. അപ്പോൾ അതിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബൗണ്ടറി പോയിന്റ്സ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്. ബൗണ്ടറി പോയിന്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ക്ലോസ്ഡ് ആണ്, ക്ലോസ് സെറ്റ് ആണ്. അത് ഇന്റീരിയർ പോയിന്റ്സ് കൂടെ കണ്ടെയ്ൻ ചെയ്യണമെന്നില്ല. ബൗണ്ടറി പോയിന്റ്സ് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്റർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ആണ്. ഇന്റർ പോയിന്റ്സ് ഇല്ല, ബൗണ്ടറി പോയിന്റ്സ് മാത്രം കളക്ട് ചെയ്യപ്പെട്ടാൽ ദാറ്റ് ഈസ് ക്ലോസ്. അതായത് ഈ ഔട്ടർ ലൈൻ മാത്രം എടുത്താലും ദാറ്റ് ഈസ് ഓൾസോ ക്ലോസ്ഡ് എന്നാണ് അർത്ഥം. എക്സാമ്പിൾ നോക്കാം. Example 1. Let D be a set containing points in the xy plane
that are inside or on the circle or on the circle of radius 1 centered at the origin. Set D. അപ്പോൾ ഇവിടെ 3 സെറ്റുകൾ പറയുകയാണ്. ഒന്ന് set D. This D is set of all ordered where xy such that x square plus y square is less than or equal to 1. And next I. That is set of all ordered where xy such that x square plus y square is less than 1. ഇതിന്റെ ഫിഗേഴ്സ് ഒന്ന് ആലോചിച്ചിട്ട് ഓപ്പൺ ക്ലോസ്ഡ് വേർതിരിക്കാൻ ശ്രമിക്കണം. And the last set B, set of all ordered where xy such that x square plus y square is equal to 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഈ സെറ്റുകളിൽ ഏതൊക്കെ കാറ്റഗറിയിൽ പറയാം? ഓപ്പൺ ക്ലോസ്ഡ് കാറ്റഗറിയിൽ എങ്ങനെ തിരിക്കാം? The first one, ഫിഗർ ആയിട്ട് നമ്മൾ ആലോചിക്കാം. 2D സ്പേസിൽ ഫിഗർ ആകുമ്പോൾ the first one is എല്ലാ യൂണിറ്റ് സർക്കിളുമായി ബന്ധപ്പെടുത്തിയതാണ്. ഇപ്പൊ ലാസ്റ്റിൽ നോക്കാം, ബി നോക്കാം ആദ്യം. ബി ലാസ്റ്റിൽ നോക്കാം. It's a circle x square plus y square is equal to 1. The center 0, 0 and radius 1. Therefore, this point is 1, 0 and it is minus 1, 0. It is 0, 1. This is 0, minus 1. അകത്തെ പോയിന്റ്സ് ഒന്നുമില്ല. ഇതാണ് ചുരുക്കത്തിലാണ്ട് ഈ ഞാൻ വരച്ചിരിക്കുന്ന ഈ സർക്കിൾ ബൗണ്ടറി ലൈൻ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ബി. ഇത് മൂന്നാമത്തെ ഫിഗർ ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഐ എന്താണ്? ഇസ് ഐ. I is set of all ordered where x y is at x square plus y square less than 1. That means square plus y square is equal to 1 എന്നുള്ള ബൗണ്ടറി ഇല്ല. അത് ഡോട്ട് ഇട്ട് വരയ്ക്കുന്നതാണ്, ആ ബൗണ്ടറി ഇല്ല. ഓക്കെ, അതിനകത്തുള്ള പോയിന്റ്സ് എല്ലാം ഉണ്ട്. ഇതും സെന്റർഡ് അറ്റ് ദ ഒറിജിൻ എക്സ് വൈ ആക്സസ് ആണ്. ഇത് xy axis, പിന്നെ radius 1. Okay, then last first നമ്മൾ പറഞ്ഞു D. It is a circle, അതിന്റെ ബൗണ്ടറി ഉണ്ട്, അതുപോലെ തന്നെ ഇന്റീരിയറും ഉണ്ട്. ഇതാണ് എക്സ് വൈ ആക്സസ് വെച്ച് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. 1 radius. Okay. അപ്പോൾ നമ്മുടെ ഓപ്പണിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് വാട്ട് ഈസ് ഓപ്പൺ? ഓപ്പൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബൗണ്ടറി പോയിന്റ്സ് കാണാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് ബൗണ്ടറി പോയിന്റ്സ് ഇല്ലാത്ത ഏത് ഫിഗറിനാണ്? ഇറ്റ്സ് ഓൺലി ഐ. ഇറ്റ് ഈസ് ബി. അപ്പോൾ ഐ ബൗണ്ടറി പോയിന്റ്സ് ഇല്ല. Therefore, this set is open. Only this is open. Boundary illa. Okay. And ഇതാണ് ക്ലോസ്ഡ്. ചുരുക്കത്തിൽ ബൗണ്ടറി ഉള്ളത്. ഈ ഡി പറഞ്ഞാൽ അതിനകത്ത് ഇന്റീരിയറും ബൗണ്ടറിയും കൂടി ഉണ്ട്. Therefore, it is closed. ഇന്റീരിയർ ഉണ്ടോ എന്നുള്ളൊരു വിഷയമല്ല, ബൗണ്ടറി ഉണ്ടോ, ബൗണ്ടറി പോയിന്റ്സ്. ഇത് also closed. An example for open and closed sets. Then next, what is a bounded set? ബൗണ്ടഡ് സെറ്റുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് മാക്സിമം മിനിമം ആണ്. അതിനുള്ള ടേംസ് ആണ് നമ്മളിപ്പം കുറച്ച് പറഞ്ഞത്. ഇന്റീരിയർ പോയിന്റ്സ്, ബൗണ്ടറി പോയിന്റ്, ഓപ്പൺ, ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞു. അത് വൺ ഡയമെൻഷനലായ റിയൽ ലൈനിൽ നിന്നുകൊണ്ട് ഓപ്പൺ ഇന്റർവെലിനും ക്ലോസ്ഡ് ഇന്റർവെലിനും സദൃശ്യമായിട്ട് അതിന്റെ എക്സ്റ്റൻഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് എ ബൗണ്ടഡ് സെറ്റ്? കാരണം ഈ ബൗണ്ടഡ് സെറ്റ് നമുക്കൊരു എക്സ്ട്രീമം തിയറം ഒക്കെ ഉണ്ട്. എപ്പോഴാണ് ഈ റിലേറ്റീവ് എക്സ്ട്രീമം എക്സിസ്റ്റ് ചെയ്യുന്നത്?
a continuous function on a closed bounded set എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എക്സ്ട്രീം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് എക്സ്ട്രീമം ക്ലിയർ. അതിലേക്ക് പോകണമെങ്കിൽ ഇവിടെയും നമുക്ക് അതുപോലെ ഇവിടെ ബൗണ്ടറി ഇൻട്രോവൽ ആകില്ലല്ലോ. ബൗണ്ടഡ് സെറ്റ് എന്താണ് ബൗണ്ടഡ് സെറ്റ് എന്ന് മനസ്സിലാക്കണം. വാട്ട് ഈസ് എ ബൗണ്ടഡ് സെറ്റ്? അതിന്റെ ഡെഫിനിഷൻ ആസ് ഇൻ റിയൽ നമ്പർ സിസ്റ്റം മനസ്സിലാക്കുക. ബൗണ്ടഡ് സെറ്റ്സ് അവിടെ വരുമ്പോൾ ഫൈനൈറ്റ് ഇൻട്രോവൽസ് ഉണ്ട്, ഇൻഫിനിറ്റ് ഇൻട്രോവൽസ് ഉണ്ട് റിയൽ ലൈൻ. ഇവിടെ അതോടൊപ്പം വരുമ്പോൾ ഫൈനൈറ്റ് എക്സ്റ്റെന്റ് ആൻഡ് റീജിയൻ ഓഫ് ഇൻഫിനിറ്റ് എക്സ്റ്റെന്റ്. ഇൻട്രോവൽസിലും ധാരാളം ഇൻഫിനിറ്റ് ഇൻട്രോവൽസ് ഉണ്ട്. ഫൈനൈറ്റ് ഇൻട്രോവൽസ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ലെങ്ത് ഉള്ളതാണ്. ഇവിടെ ഒരു ലെഫ്റ്റ് എക്സ്ട്രീം ഫൈനൈറ്റ് ആണ്, റൈറ്റ് എക്സ്ട്രീം ഓക്കെ. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആണ്. ദാറ്റ് ഈസ് b minus a is the length. But if we take a point A and right side infinity പോവാണെങ്കിൽ it is not in a finite length. The open interval A infinity is not in finite length. A infinity, okay. Therefore, it is an infinite extent, infinite interval. Similarly, if we take some element from here and minus infinity left leg, that is open interval minus infinity B is also an infinite interval. Okay. ഇങ്ങനെ ധാരാളം ഇൻഫിനിറ്റ് ഇൻട്രോവൽസും ഫൈനൈറ്റ് ഇൻട്രോവൽസും എടുക്കാം. മറ്റൊരെണ്ണം മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ലെഫ്റ്റ് റൈറ്റും വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി മാത്രമല്ല അവിടെ ഇൻഫിനിറ്റ് ഇൻട്രോവൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇൻഫിനിറ്റ് ലെങ്ത് വരുന്ന ധാരാളം ഇൻട്രോവൽസ് ഉണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ 2D പോകുമ്പോഴും ഈ 2 സ്പേസ് മുഴുവനായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ അവിടെ അതൊരു ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡ് വരും. ഇൻട്രോവൽ അല്ല, ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡ്. ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പോൾ എല്ലാ ഭാഗവും ഇൻഫിനിറ്റ് ആണ്. പിന്നെ പാർട്ടായിട്ട് പോവാം. ചുരുക്കത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ അവിടെ നിന്ന് ഹാഫ് പ്ലെയിൻ മുകളിലോട്ട് അതും ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡ് ആണ്, ബൗണ്ടഡ് അല്ല, മുകളിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഹാഫ് റൈറ്റിലോട്ട്, ഹാഫ് ലെഫ്റ്റിലോട്ട്, ഹാഫ് തന്നെ പോകണമെന്നില്ല. ഇങ്ങനെ എക്സ് ആൻഡ് വൈ ആക്സിസ് വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോവാം. ഇങ്ങനെ ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡ്. അങ്ങനെ ധാരാളം ഇൻഫിനിറ്റ് എക്സ്റ്റെൻസ് ഇൻട്രോവലിൽ കാണുന്നതിനേക്കാൾ വളരെയധികം 2 സ്പേസിൽ, അതിനുപരി 3 സ്പേസിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ദെൻ ഇവിടെ എന്താണ് ബൗണ്ടഡ് സെറ്റ് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ. Then a set of points in 2 space is called bounded if the entire set can be contained within some rectangle and is called unbounded if there is no rectangle that contains all the points of the set. Similarly, a set of points in 3 space. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും if the entire set can be contained within some rectangle ന് പകരം that is within some box. Rectangle മാറി box മാറി. Set of points in 3 space is called bounded if the entire set can be contained within some box. Okay, rectangle 2 space level, 3 space, that's a box. Similarly, that is all unbounded. There is no such box that contains all the points of the set. It is unbounded. Okay. When you figure out, consider these figures. This is the first one. Blue will blue shade. ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അതിനെ ഒരു റെക്ടാംഗിൾ ബോക്സിനകത്ത് നിർത്താൻ കഴിയും. Therefore, this given set is bounded. ഇത് നീല വരച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇത് റെക്ടാംഗിൾ ബോക്സിലില്ല, ഇത് ഒരു ഭാഗത്തേക്ക് ചുരുക്കത്തിൽ ഈ 4th ക്വാഡ്രന്റിലേക്ക് ഇങ്ങനെ പോയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ് മുഴുവൻ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. അൺബൗണ്ടഡ് സെറ്റ് ഇൻ 2 സ്പേസ്. ഇത് 3 സ്പേസിലേക്ക് ഇതിന് ഒരു സ്പെറിക്കൽ ഷേപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 സ്പേസിലെ ഒരു ഫിഗറിലേക്ക് ഒരു സോളിഡ് ഷേപ്പിലേക്ക് വരുമ്പോൾ അതിനൊരു ബോക്സിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കും. Therefore, it is bounded in 3 space. Okay. Then the extreme value theorem.
ഇവിടെ നമ്മൾ 2 സ്പേസിൽ 3 സ്പേസിൽ നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കർവ് സ്പേസിലെ കർവിനകത്ത് സ്പേസ് കർവ്സ്, അതിനകത്ത് ഒരു കർവിൽ നമുക്ക് എങ്ങനെ അതിന്റെ എക്സ്ട്രീമം കണ്ടുപിടിക്കാം, അതുപോലെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ റിലേറ്റീവ് മാക്സിമം ആൻഡ് മിനിമം അങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ അതിന്റെ എക്സിസ്റ്റൻസ് അങ്ങനെ ഇപ്പൊ പറയാം. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം വാല്യൂ തിയറം നമുക്ക് ഇന്റർവെൽസിൽ അല്ലെങ്കിൽ റിയൽ തരുന്നുണ്ട്. ഇറ്റ് ഇസ് ഇൻ 1 dimensional, the extreme value theorem. What is the extreme value? Number extreme value theorem. The extreme value theorem means simple variable. അതിൻ്റെ ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഉള്ളത് for functions of one variable that are continuous on a finite closed interval